ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബു ബലസാരപക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര, ഓം പാർവതിയമ്മേ ഭഗവതി നമോ നമോ, ഓം സുബ്രഹ്മണ്യസ്വാമി നമോ നമോ, അയ്യപ്പസ്വാമി നമോ നമ, ഓം കാളി മഹാകാളി ദുർഗേ ശ്രീ ദുർഗേ ദേവി മഹേശ്വരി ഭഗവതി നമോ ശിവായ. സുദർശന TV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒരിക്കൽ കൂടി പറയുന്നു, 2026 സൽ വർഷമാണ്. സത്വർഷം എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രജാതരെയും ഒന്നുപോലെ സാമ്പത്തിക മേന്മയിലും അതുപോലെ തന്നെ ജീവിത മേന്മയിലും അനുഗ്രഹിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു 30 വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതി ഒരു വർഷത്തിൽ സംജാതമാകുന്നത്. ധാരാളം യോഗങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും വന്നു ചേരുന്നൊരു വർഷമാണ് 2026. ചില നക്ഷത്ര വ്യവസ്ഥകൾ, ചില ഗ്രഹവ്യവസ്ഥകൾ ഒന്നു ചേരുന്ന സമയത്തുണ്ടാകുന്ന ഗജകേസരി യോഗം. തീർച്ചയായും ആ ഗജകേസരി യോഗം 2026 ഫെബ്രുവരി മാസം 22 ആരംഭിക്കുന്നു. ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുമ്പോൾ മിഥുനത്തിലെ വ്യാഴവുമായി ചേർന്നുണ്ടാകുന്ന ഗജകേസരി യോഗം. ഗജകേസരി യോഗം ഏതൊക്കെ കൂറുകാർക്കാണ് ഭാഗ്യമുണ്ടാക്കുന്നത് നോക്കാം. ഗജകേസരി യോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ സ്ഥാനമാനങ്ങളിരിക്കാനുള്ള ഭാഗ്യം, സാമ്പത്തികമായ മേന്മയുണ്ടാക്കിയെടുക്കാനുള്ള ഭാഗ്യം, ആരോഗ്യപരമായിരിക്കുന്ന തരത്തിൽ സുഖമായിരിക്കാനുള്ള ഭാഗ്യം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം എന്ന് വേണ്ട ഏതും തൊടുന്നത് ഭാഗ്യമായി മാറുന്ന തലമാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതിനായിട്ട് തീർച്ചയായും നമ്മുടെ സമീപത്തെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, പ്രാർത്ഥനാപൂർണമായിരിക്കുന്ന ഒരു വർഷമായി 2026 മാറ്റുക തുടങ്ങിയവ ചെയ്താൽ മാത്രം മതിയാകും. വളരെ ശക്തവും ബലവത്തുമായിരിക്കുന്ന പല യോഗങ്ങൾ രൂപപ്പെടുമ്പോൾ ആ യോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ആ യോഗവ്യവസ്ഥയിൽ താൻ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാകണമെന്ന് ഈശ്വര കാൽപാദത്തിൽ വീണ്ടും പ്രാർത്ഥിക്കും പോലെ മനസ്സിൽ നമ്മൾ കണക്കാക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും ഈശ്വരൻ നമുക്ക് അനുഗ്രഹത്തിൻ്റേതായിരിക്കുന്ന ഫലം നൽകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി തുടങ്ങുന്ന രാജയോഗം അഥവാ ഗജകേസരി യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി ഗജകേസരി യോഗം അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക മുക്കാൽ, രോഹിണി മകയിലും പകുതി ചേരുന്ന ഇടവക്കൂർ. യക്ഷി അമ്മയെയും അന്നപൂർണേശ്വരി ദേവിയെയും മഹാലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ചുകൊള്ളുക. നിങ്ങളുടെ ദേവതാ സങ്കല്പങ്ങളാണവർ. ആ ദേവതാ സങ്കല്പങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് നിങ്ങളുടെ കൈകൾ പിടിച്ചുയർത്തി ധനപരമായിരിക്കുന്ന ജീവൻ വ്യവസ്ഥയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വെറുതെയുള്ള സമയത്തിൽ ഈ ദേവതാ സങ്കല്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് അവർ ഇരിക്കുന്ന ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക എന്നിവ ചെയ്യേണ്ടതാണ്. ചന്ദ്രഗ്രഹം ഈ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഗുണവും അനുഗ്രഹവും ഉണ്ടാകുമെന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മനസ്സിന് വലിയ സന്തോഷവും ആഹ്ലാദവും ലഭിക്കുന്ന സമയമായത് മാറും.
മുടങ്ങിക്കിടന്ന മംഗളകർമ്മങ്ങൾ തീർച്ചയായും ഇടവക്കൂറുകാർക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. സൗന്ദര്യ വസ്തുക്കൾക്കും ആഡംബര വസ്തുക്കൾക്കുമായി ധാരാളം പണം ചിലവഴിക്കേണ്ടതായി വരും. പ്രത്യേകമായി ശ്രദ്ധിക്കുക. സമൂഹത്തിൽ വലിയ ബഹുമാനം നേടിയെടുക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ജനിച്ച നക്ഷത്രജാതർക്ക് എല്ലാ അർത്ഥതലത്തിലും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും മേഖലയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും എന്നുള്ളത് പൂർണ്ണമായും തിരിച്ചറിയുക. ഈശ്വരനെ ധ്യാനിക്കുകയും ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും പൂജാകാര്യങ്ങളും അതുപോലെ തന്നെ നാമസങ്കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഓരോ ദിവസവും നമ്മൾ കഴിയണം. അതായത് രാവിലെയും അതുപോലെ തന്നെ സന്ധ്യാസമയത്തും ഈശ്വരൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതികൾ പറയുന്ന നേരങ്ങളിൽ നമുക്ക് അവരുടെ നാമമന്ത്രങ്ങൾ ജപിച്ച് മുന്നേറുക. തീർച്ചയായും വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനക്കൂർ. ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമചന്ദ്രസ്വാമിയെയും പ്രാർത്ഥിച്ചുകൊള്ളുക. നിങ്ങളുടെ ദേവതാ സങ്കല്പങ്ങളിൽ തീർച്ചയായും നിലനിൽക്കുന്ന ഈ ദേവന്മാർ പ്രാർത്ഥനയിലൂടെ വളരെ വേഗം പ്രസാദിക്കും. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗജകേസരി യോഗത്തിലെത്തി നിൽക്കുകയാണ്. കണ്ണീരിൻ്റേതായിരിക്കുന്ന ഒരുപാട് ദുഃഖഭാരങ്ങൾ ഉണ്ടായിരുന്ന സമയങ്ങളെയൊക്കെ അകറ്റിക്കളയുവാൻ ഗജകേസരി യോഗം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമചന്ദ്രനെയും മനസ്സുകൊണ്ട് തുറന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. വ്യാഴം മിഥുന രാശിയിൽ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യോഗം മിഥുന രാശിക്കാരായ നക്ഷത്രജാതർക്ക് സുവർണ അവസരങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ജീവിതത്തിൽ വലിയ ലാഭമുണ്ടാകുന്ന സമയമായി മാറും. സാമ്പത്തിക മേന്മയിൽ ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കിട്ടാതെ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞ് വേണ്ട ഇനി എനിക്കത് വേണ്ട എന്ന് വിചാരിച്ചിരുന്ന പണം പലിശ സഹിതം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന സുവർണ നിമിഷങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ദൂരയാത്രകൾ ഗുണം ചെയ്യുന്നതായിരിക്കും. ഈ രാശിയിൽപ്പെട്ട എഴുത്തുകാർക്കും കലാകാരന്മാർക്കും പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയുണ്ടാകും, ഉണർവും ഉണ്ടാകും. വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു പോകാൻ കഴിയുന്ന തരത്തിൽ വിദ്യ അഭ്യസിച്ചു കയറിപ്പോകാനും കഴിയും. അത്തരത്തിലുള്ളൊരു നല്ല സമയം തന്നെയാണ് ഗജകേസരി യോഗത്തിലൂടെ ഈ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്തത് കന്നിക്കൂറുകാരാണ്. ഉത്തരം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂർ. ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമചന്ദ്രസ്വാമിയെയും മനസ്സിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. അവർ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ വളരെ ഉയർന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള അഭിമാനകരമായിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കന്നിക്കൂറുകാരുടെ ഭാഗ്യസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗജകേസരി യോഗം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിയും. വിദേശ രാജ്യത്തൊക്കെ ജോലി ഇല്ലാതെ നിലനിന്നിരുന്ന ഈ കൂറുകാർക്ക് ഫെബ്രുവരി 22 ശേഷം നല്ല ജോലി ലഭിക്കുകയും സാമ്പത്തികമായ ഉന്നതി ഉണ്ടാവുകയും ചെയ്യും. പിതൃസ്വത്ത് ലഭിക്കുവാനോ വീട് പണിയുന്നതിനായിട്ടോ പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിനായിട്ടോ അനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനായിട്ട് മുന്നറിയിപ്പ് ലഭിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അറിയിപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും. ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടും തൊഴിൽപരമായും വിദേശത്തേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണമായും അനുഗ്രഹവേദ്യമാകുന്നൊരു വർഷമായിരിക്കും ഇത്. വിദ്യാഭ്യാസപരമാണെങ്കിലും തൊഴിൽപരമാണെങ്കിലും അതുപോലെ തന്നെ കാർഷികപരമാണെങ്കിലും ആരോഗ്യപരമാണെങ്കിലും വളരെയധികം ഉന്നതിയും ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം കാൽ അനിഴം തൃക്കേട്ട ചേരുന്ന വൃശ്ചികക്കൂറ്. സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രാദേവിയെയും പ്രാർത്ഥിച്ചു കൊള്ളുക. അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുക തന്നെ ചെയ്യും. ചന്ദ്രൻ വൃശ്ചികക്കൂറുകാരുടെ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ പങ്കാളിത്ത കാര്യങ്ങളോട് എന്ത് ചെയ്താലും അത് വിജയിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ കൂട്ടുചേർന്ന തരത്തിൽ ബിസിനസ്സൊക്കെ നടത്തിയാൽ അത് വളരെ നല്ല തരത്തിൽ വിജയിക്കുവാൻ കഴിയും. തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരുടെ വ്യവസ്ഥകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളോട് വളരെ ആത്മാർത്ഥതയുള്ള ആളുകളെ തന്നെ പങ്കാളിയായിട്ട് സ്വീകരിക്കാവൂ. കൂട്ടുപങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ബിസിനസ്സുകൾ വിജയിപ്പിക്കണമെന്ന ചിന്ത മനസ്സിലുള്ളവർ ഒത്തുചേർന്നാൽ തീർച്ചയായിട്ടും 2026 കഴിയുന്നതിന് മുമ്പ് 3ഓളം ബ്രാഞ്ചുകൾ ഇടാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും.
അത്രത്തോളം അനുഗ്രഹവേദ്യമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗജകേസരി യോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എതിരാളികളെ അനായാസം കീഴ്പ്പെടുത്തുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ രാശിയിൽ വിവാഹത്തിൽ തടസ്സമായി നിന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിവാഹത്തിന് തടസ്സമുണ്ടാകുന്ന ആളുകൾക്ക് ആ തടസ്സം മാറി വിവാഹത്തിന് അനുകൂലമായ സമയം വന്നു ചേരുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും അതുപോലെ തന്നെ കാർഷികമായിരിക്കുന്ന വ്യവസ്ഥയുടെ കാര്യത്തിലുമൊക്കെ തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമായിരിക്കും ഈ രാശിക്കാരിലേക്ക് വന്നു നിറയുന്നത്. സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ സമൃദ്ധിയുടെയും ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ച അനുഭവിച്ചറിയാനും ആഹ്ലാദിക്കുവാനും കഴിയുന്ന നക്ഷത്രജാതരാണ് വൃശ്ചികക്കൂറുകാർ. വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലും വളരെയധികം മാറ്റങ്ങൾക്കും വളരെയധികം അഭിവൃദ്ധിക്കും കാരണക്കാരായി മാറുന്നവരായിരിക്കും ഈ കൂറുകാർ. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂർ. മഹാവിഷ്ണുദേവനെ സ്മരിച്ചുകൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക. തീർച്ചയായിട്ടും ധനകാരകനായിരിക്കുന്ന ദേവൻ ധനമൊരു മഴ പോലെ പെയ്യിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ധനുക്കൂറുകാരുടെ രാശ്യാധിപനായിരിക്കുന്ന വ്യാഴം കേന്ദ്രസ്ഥാനത്ത് വരുന്നതിനാൽ ഗജകേസരി യോഗം വളരെ ഭാഗ്യദായകമായി മാറുകയാണ് ധനുക്കൂറുകാർക്ക്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടും. കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് വളരെ ആഹ്ലാദവും സന്തോഷകരമായ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ, വമ്പൻ സാധ്യതകൾ സമ്പത്തായി നിറഞ്ഞ് ജീവിതത്തിൽ വലിയ ആഹ്ലാദം അനുഭവിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ജോലിയിൽ ഉണ്ടായിരുന്ന ശത്രുദോഷങ്ങളെല്ലാം തന്നെ മാറും. ലോണിനൊക്കെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും അതിന് തടസ്സങ്ങൾ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക ലോണായി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഗജകേസരി യോഗത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറിക്കിട്ടും. രോഗദുരിതങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് പല തരത്തിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന ഈ രാശിക്കാരുടെ കുടുംബ വ്യവസ്ഥയിൽ നിന്ന് അതെല്ലാം അകന്നു മാറുമെന്നുള്ളതാണ്. അത്രത്തോളം ആഹ്ലാദജനകമായിരിക്കുന്ന തരത്തിൽ ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹം കിട്ടി മുന്നേറുന്നവരാണ് ഈ നക്ഷത്രജാതർ. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാര്യത്തിലും യുവതി യുവാക്കളുടെ തൊഴിൽ കാര്യത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള വ്യവസ്ഥകളിലൂടെയാണെങ്കിലും ഒക്കെ തന്നെ സാധ്യത നൽകുന്ന വർഷമാണ് ഈ 2026. സുഹൃത്തുക്കളൊക്കെ നല്ല തരത്തിൽ വന്നു ചേരും. ആ സുഹൃത്തുക്കളിലൂടെ ജീവിത വിജയം ഉണ്ടാകുന്നതിനും കാണുന്നുണ്ട് അവസരം. സുഹൃത്തുക്കളിലൂടെ ജീവിത വിജയം ഉണ്ടാകുന്നുള്ള അവസരവും കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല തരത്തിലുള്ള മുന്നേറാൻ ഈ കൂറുകാർക്ക് കഴിയുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈ കൂറുകാരിൽ ഉള്ള ആളുകളെല്ലാം തന്നെ, അതായത് ഈ കൂറുകൾക്ക് പുറത്തുള്ളവർക്കും അനുഗ്രഹം സിദ്ധിക്കും. സംസാരം നിയന്ത്രിക്കുക. 2026 ഫെബ്രുവരി 22 മുതൽ അങ്ങോട്ടുള്ള ബുധനാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും മഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഞ്ഞ പലഹാരങ്ങൾ ദാനം ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊണ്ട് ദീപം പ്രകാശിപ്പിക്കുക. പാവപ്പെട്ടവർക്ക് ഉച്ചഭക്ഷണം ദാനമായി നൽകുക തുടങ്ങിയവ തീർച്ചയായിട്ടും ഗജകേസരി യോഗത്തിന് നിങ്ങളെയും അവകാശികളാക്കി മാറ്റും. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴപ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം അല്ലെങ്കിൽ പുരുഷ സൂക്തം എന്നിവ നടത്തുക. വീട്ടിലിരുന്നായാലും ക്ഷേത്രത്തിലായാലും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞ പുഷ്പങ്ങൾ വിഷ്ണുദേവന്റെ കാൽപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചന്ദ്രപ്രീതി വരുത്തുവാൻ പൗർണമി നാളിൽ ദുർഗാദേവി ക്ഷേത്രത്തിലും അമാവാസി ദിവസം കാളി ക്ഷേത്രത്തിലും പൂജകൾ കഴിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വെളുത്ത നിറം ധരിക്കുന്നതും ഭാഗ്യദായകം തന്നെയാണ്. അതുപോലെ തന്നെ ഓം ഗുരുവേ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ഉച്ചരിക്കുക തുടങ്ങിയവയൊക്കെ തീർച്ചയായിട്ടും ഈ ഗജകേസരി യോഗത്തെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുവാൻ കഴിയും. വ്യാഴദേവനെ പ്രീതിപ്പെടുത്തുക. അതിലൂടെ മഹാലക്ഷ്മി ദേവിയും അതുപോലെ കുബേര രാജാവും പ്രീതിപ്പെട്ടു വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ധനധാന്യ സമൃദ്ധി ഉയർന്നു വരും.
ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വർഷമായി 2026 മാറും. എല്ലാം ഈശ്വരൻ്റേതായ കാൽപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദുഃഖ ദുരിതങ്ങളും രോഗവ്യവസ്ഥകളുമൊക്കെ മാറി ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഭാഗ്യങ്ങൾ തരണമേ ദേവ എന്ന് അല്ലെങ്കിൽ ദേവി എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഭക്തി പുരസ്സരം ക്ഷേത്ര ദർശനം നടത്തുകയും മനസ്സറിഞ്ഞ് വിളിക്കുകയും ചെയ്യുമ്പോൾ ദേവസങ്കല്പങ്ങൾ നമ്മളെ ചേർത്ത് നിർത്തി അനുഗ്രഹിക്കും. ഋണബാധ്യതകളൊക്കെ ഇല്ലാതെയാക്കും, അതായത് കടബാധ്യതകളൊക്കെ ഇല്ലാതെയാക്കും. ദുരിത വ്യവസ്ഥകളൊക്കെ അകന്നു പോകുന്നതിനുള്ള വഴിയൊരുക്കും. എല്ലാ തരത്തിലും ഭാഗ്യദായകമായ ജീവൽ പശ്ചാത്തലം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. എല്ലാ ഭക്തരെയും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ല നല്ല യോഗങ്ങൾ കൊണ്ട് ഉയർത്തുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.